പിന്നെ നമ്മൾ മരിച്ചാൽ എന്താ ചെല്ലല്? ഒരാൾ മരിച്ചു എന്നിപ്പോൾ ഈ സഭയിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെല്ലുക? അതന്നെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിപ്പോൾ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾക്കൊക്കെ അത് ഓതണതിന് കുഴപ്പമില്ല. വേറെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ മരിച്ചാൽ ഓതാൻ പാടില്ല. ആ കൂട്ടർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാകണ്ട, നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. മരിച്ചോടത്ത് ഓതാൻ പാടില്ല, മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? ഇപ്പം നമ്മൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഏതേ ഓതിയത്? ഖുർആൻ. അപ്പം ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെല്ലുക? ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റും. പാർട്ടി മാറിങ്ങാണ്ടേ ഫാഷൻ നോക്കിയാണ്ട് പോയാണ്ടല്ല എന്താ വരാൻ പോണെന്ന് നോക്കിക്കോളി. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പിന്നെന്താ നമ്മൾ ചെയ്യുക? ഓരോ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇപ്പം തന്നെ എന്താണ് ചെല്ലുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. അപ്പം എന്തപ്പം ചെല്ലിയത് ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ ചെല്ലിയതാണ്. എന്തേ? മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റുമല്ലോ. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പം ഞാൻ എൻ്റെ വകളിൽ ഇപ്പം തന്നെയാണ് ഓതട്ടെ എന്ന് അല്ലേ? കുറച്ച് വിട്ടെന്നാൽ മതി, സംഗതി നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അല്ല നമ്മൾ ഏത് തടി കാക്കുക എന്നുള്ളത് അത് അവനാൻ്റെ തീപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയും, നിങ്ങൾ എവിടെ നോക്കി നമ്മൾ ഭൂമിയിൽ നിന്ന് അവസാനത്തെ യാത്രയപ്പാണ് കൊടുക്കുകയാണ് അല്ലേ? ഖബറിലൊക്കെ താഴ്ത്തി വെച്ചിട്ട് മൂട് കല്ല് വെച്ചിട്ട് നമ്മളെ വകയായിട്ട് നമ്മളൊക്കെ മണ്ണെന്നാണ്, മണ്ണൊക്കെ തന്നെ തിരിച്ചു പോകും. അതിൻ്റെ ഒരു 3 പൊടി മണ്ണ് വാരിടുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? ഇവരൊക്കെ മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം പിന്നെ മിൻഹാ ഖലഖനാകും ഓതിയിട്ട് മണ്ണിടാൻ പറ്റുമോ? നിങ്ങൾ ചെറിച്ച് കഴിച്ചാലേ പറ്റൂല. മണ്ണിടാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഞാൻ എന്താ ചെയ്യണം? നമ്മൾ മിൻഹാ ഖലഖനാകും ചെല്ലാൻ പറ്റുമെങ്കിൽ പോണ വഴിക്ക് പോട്ടെ എന്ന് പറയേണ്ടി വരും. അല്ലാതെ എന്താ നമുക്ക് പറഞ്ഞത്? ഇത് നമ്മളെ കുറ്റല്ല, നമ്മളാരും കുറ്റം. ബിസ്മില്ലാ എന്ന് ഓതിയാ ഖുർആനായി. എന്നാ ഞാൻ മരിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ദിക്റായി അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തക്ബീറായി. ഇതൊന്നും മരിച്ചവർക്ക് പറ്റൂല എന്നാ പറയുന്നത്. ഇങ്ങനത്തെ പാർട്ടിയിലൊക്കെ ചേർന്ന് പടച്ചോനെ ഞങ്ങളെ മക്കളെ പരമ്പരയെ നീ കാക്കണേ അല്ലാ. നമ്മൾ ഓരോരോ സംഗതി മനസ്സിലാക്കണോ അല്ലേ? കിതാബ് ഓതിയതൊക്കെ ആലിമ്യങ്ങൾ പറയട്ടെ. നമ്മളെടുത്ത് നാടൻ മട്ടത്തിലില്ലേ പല സംഗതി. ഞങ്ങൾ നന്ദി പഠിക്കുന്ന സമയത്ത് ഒരു നാടൻ ചങ്ങായി ഏറ്റവും വെക്കാണ് കൂടുതൽ. അപ്പോൾ ഓൻ ചോദിച്ചു, ഇതൊക്കെ ഞങ്ങളെ കോളേജ് പഠിപ്പിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോളേജ് പഠിപ്പിച്ചതൊന്നും എടുക്കാനായിട്ടില്ല, ഇതിപ്പോൾ അടുക്കളയിൽ നിന്ന് പഠിച്ചാൽ തീർന്നിട്ടില്ലല്ലോ. ഓരോന്ന് സംഗതി ഇല്ലേ? അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. നമ്മൾ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ സന്ദർഭം, അതിന് പിന്നെ ഉദൂ ബാക്കിയുള്ളതൊന്നും നോക്കേണ്ടത്. അതങ്ങനെ ഒരു ദിക്ർ എന്ന രൂപത്തിലാണ് അത് ഓതണത്. രണ്ടാമത്തെ ഒരു പാരായണമുണ്ട്. അതെങ്ങനെ? അത് ഖുർആൻ ഇങ്ങനെ അല്പാൽപമായി ഓതിയിട്ട് ഖുർആൻ പൂർത്തീകരിച്ച് ഓതുക. അത് പൂർത്തിയായി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ കൊണ്ട് തുടങ്ങി അത് എന്നും ഓതണ സമയത്ത് എന്ത് ചെയ്യണം? ഒന്ന് കുപ്പിളിക്കണം. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായു ഒന്ന് വൃത്തിയാക്കണമല്ല, ഒന്ന് കുപ്പിളിച്ചിട്ട് അല്ലേ? എന്ന മാതിരി ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒന്ന് കുപ്പിളിക്കുക. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്ന് വായു വൃത്തിയാക്കലാണ്. ശൈത്താനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാണ് മാറ്റിയിട്ട് നിർത്തി. യാ റബ്ബ്. ഖുർആൻ ഓതാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾ നല്ലൊരു ഒതു കൊടുക്കണം. ഹദീസിലൊക്കെ പറയുന്നത് ഒതു കൊടുക്കണം എന്ന് മാത്രമല്ല, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉദൂഅ, നന്നായിട്ട് ഒരു ഒതു കൊടുത്തു. എന്താ നന്നായിട്ട് ഒതു കൊടുക്കല്? ഒതു കൊടുക്കുന്ന സമയത്ത് കൈയൊക്കെ കുറച്ച് മുകളിലേക്ക് കയറ്റി കഴുകി. അല്ലാഹു റബ്ബി, മുഖം നല്ല പോലെ കഴുകി. അല്ലാഹു റബ്ബി. ഇന്നാളൊരു കുട്ടീൻ്റെ ഹൗദിൻ്റെ അടുത്ത് തല തടകണം. നിങ്ങൾ കാണാനായിട്ട് ഉസ്താദെ, അപ്പം ഞാൻ ജാതിയൊക്കെ കാണും ചെയ്യും. അതാ ഒരു കുട്ടി തല തടകണം. എങ്ങനെ വെച്ചാൽ ഹൗദിന് ഇങ്ങനെ ആ പൈപ്പിൽ ഇങ്ങനെ വെള്ളം എടുത്തുങ്ങാണ്ട് ഓം തല തടകാണ്. എവിടെ? ഇവിടെ. ആലോചിച്ച് നോക്കി. നമ്മൾ ഒതു കൊടുക്കുമ്പോൾ ഫഅഹ്സനൽ വുദൂഅ, വുദൂഇന് മുമ്പ് ഒന്ന് മുസ്വാക്ക് ചെയ്തിട്ട് ഒന്ന് വായ വൃത്തിയാക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. 3 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ പുറം ശുദ്ധിയായി. ആ 3ലും വ്യത്യസ്ത ദിക്ർ ചൊല്ലിയപ്പോൾ ഉള്ളു ശുദ്ധിയായി. ഉള്ളും പുറവും ശുദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒതുവാണ് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അല്ലാഹു റബ്ബി എപ്പോഴും ഉപയോഗിക്കുന്ന അവയവം കൈ, എപ്പോഴും ഉപയോഗിക്കുന്ന അവയവം മുഖം,
എപ്പോഴും ഉപയോഗിക്കുന്ന കണ്ണ്, എപ്പോഴും ഉപയോഗിക്കുന്ന മൂക്ക്, എപ്പോഴും ഉപയോഗിക്കുന്ന നാവടക്കമുള്ളവ, എപ്പോഴും ഉപയോഗിക്കുന്ന ചെവി, എപ്പോഴും ഉപയോഗിക്കുന്ന കാല്, ഇതാണ് എപ്പോഴും തെറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ അവയവങ്ങളൊക്കെ ഒന്നാണ് കഴുകി വൃത്തിയാക്കി നല്ല പോലെ വെള്ളം കൊണ്ട് കഴുകി പുറം നന്നായി, ലിക്കർ കൊണ്ട് കഴുകി ഉള്ളു നന്നായി, രണ്ട് ശുദ്ധിയും വരുത്തിയ ശേഷം ആ വെള്ളം ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തേക്കൊന്ന് കണ്ണുയർത്തി, രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഷഹാദത്ത് കലിമ ആമുഖമായി ചൊല്ലിക്കൊണ്ടൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഖിരീൻ. ആ ദുആ ഒരാളും മറക്കല്ലേ. അതൊരു വല്ലാത്ത ദുആയാണ്, അതൊരു വല്ലാത്ത ദുആയാണ്. ആ ദുആ ആണ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു മലക്ക് അപ്പം തന്നെ അത് രേഖപ്പെടുത്തി. അതിങ്ങനെ ആ മലക്ക് ഇങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ട് ഒരു ക്യാപ്സൂളാക്കിയിട്ട് അതൊരു സൂട്ട് കേസിൽ അവിടെ വെച്ചു. ഇനി ആ സൂട്ട് കേസ് നാളെ ആഖിറത്തിലല്ലാതെ തുറക്കപ്പെടൂല. അത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിക്കും. നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും ഷഹാദത്ത് കലിമയിൽ നിന്ന് തെറ്റാത്ത കാലത്തോളം അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടൂല. മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആ സൂട്ട് കേസിൽ ഇങ്ങനെ നിറയാണ് ഒതു. ഒരു ദിവസം എത്ര ഒതു കൊടുക്കും നമ്മൾ? അൽഹംദുലില്ലാ 5 നേരത്തെ നിസ്കാരത്തിന് 5 ഒതു, തഹജ്ജുദിനുണ്ടെങ്കിൽ ഒരു ഒതു, ചിലപ്പോൾ ദുഹാക്ക് വേണ്ടി ഒരു ഒതു, ഒരു 5, 6, 7 ഒക്കെ പ്രാവശ്യം നമ്മൾ എന്താക്കും? ഒതു കൊടുക്കും അല്ലേ? അല്ലാഹു റബ്ബി. ഒതു മുറിഞ്ഞില്ലെങ്കിലും ഒതു പുതുക്കൽ സുന്നത്ത്. അങ്ങനെ ഒരു സത്യവിശ്വാസി 8 ഒതു 10 ഒതു ഒക്കെ എടുക്കുമ്പോൾ അത്രയും സമയത്ത് ഒതു ആ ദുആ യാ റബ്ബ് യാ റബ്ബ് അതൊക്കെ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, റമളാനാണ്. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ. ആ വല്ലാത്ത ഒരു ദുആ മറക്കല്ലേ. ആ ദുആ ഇങ്ങനെ മലക്ക് രേഖപ്പെടുത്തി അതിന്റെ ഗുണം എപ്പോഴാന്ന് അറിയാന്നറിയോ? കിതാബുകളിൽ കാണാം, യൂസനു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ എല്ലാം തൂക്കിക്കണക്കാക്കും. എല്ലാം തൂക്കിക്കണക്കാക്കുമ്പോൾ നമ്മളപ്പോ നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ട് എണ്ണിയാലോ, ആ വോട്ട് ഇങ്ങനെ എണ്ണുന്ന സമയത്ത് അല്ലാഹു റബ്ബി പോളിംഗ് ബൂത്തിന്റെ അപ്പുറത്തൊക്കെ വോട്ട് എണ്ണോടുത്ത് അവിടെ LDF ഇവിടെ UDF എല്ലാവരും ഇങ്ങനെ കാത്തിക്കാണ്. ആ പഞ്ചായത്ത് എണ്ണി പോയി, ഈ പഞ്ചായത്ത് എണ്ണിയപ്പോൾ ഇയാൾ പോയി, മറ്റേ പഞ്ചായത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എണ്ണി അവസാനം നോക്കുമ്പോൾ ആർക്കും രക്ഷ കിട്ടണില്ല. അപ്പോഴേക്ക് പടക്കം പൊട്ടിച്ചാൻ വിചാരിച്ചോ ഓരോരുത്തർ അങ്ങോട്ട് പോയി, മറ്റോ ഇങ്ങോട്ട് പോയി. ആ പടകമൊക്കെ മറ്റോൻ്റെ അടുത്ത് കൊടുത്തു. ഇങ്ങനെയാണ് മുമ്പില്ലാതെ അവസാനം ഇനി എത്ര ഉണ്ട്? ഇനി എണ്ണ ഉള്ളത് ആ മറ്റേ ബോട്ടാണ്. അതിന് ഏത് ബോട്ട് എന്നാ പറയാ? പോസ്റ്റൽ ബോട്ട്. ആ പോസ്റ്റൽ ബോട്ട് എണ്ണാനുണ്ട്. അതൊരു 20 എണ്ണം ഉള്ളൂ. പടച്ചോനെ അതൊന്നാണ് എണ്ണാൻ വേണ്ടി നോക്കുമ്പോൾ എങ്ങനെയാണുള്ളത്? 20 ബോട്ടാണിപ്പോൾ അവസാനമുള്ളത്. ആ 20 എനിക്ക് കിട്ടിയെങ്കിൽ മറ്റോന്, 20 കിട്ടിയെങ്കിൽ മറ്റോന്. 20 എണ്ണത്തിൽ നോക്കുമ്പോൾ എന്തായി? 2 എണ്ണം ഓനും 2 എണ്ണം ബനും. അപ്പം എത്രയായി? 14ആയി. 2 എണ്ണം ഓനും 2 എണ്ണം ബനും. പിന്നെ എത്രയായി? 12 എണ്ണായി. ഞാൻ ഓരോ വോട്ടും ഇങ്ങനെ എണ്ണണ സമയത്ത് എനിക്ക് കിട്ടിയെങ്കിൽ അവസാനം നമ്മുടെ പോസ്റ്റൽ ബോട്ടും അതിലേക്ക് വെച്ചപ്പോൾ നമ്മുടെ മീസാൻ കനം തൂങ്ങുന്നില്ലല്ലോ. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. മീസാൻ എന്ന തുലാസിൽ നമ്മളെ നന്മ വർദ്ധിക്കണ്ടേ? ഇനി നമ്മൾ തുലാസ് തൂക്ക. ഇപ്പൊ വോട്ടെണ്ണിയെ പോലെ നമ്മൾ എണ്ണാണ്. മഹ്ശർ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ലാ തസൂലു ഖദമ ഇബ്നു ആദം, ചവിട്ടിയ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ അനുവദിക്കാതെ അല്ലാഹു മഹ്ശർ മൈതാനിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് എണ്ണുകയാണ്. എന്താ തൂക്കണത്? 16ാമത്തെ വയസ്സ് തൂക്കി രക്ഷല്ല, 17 തൂക്കി രക്ഷല്ല, 18 തൂക്കി രക്ഷല്ല. അങ്ങനെയാണ് തൂക്കിയിട്ട് വയസ്സ് ഇപ്പം എത്രയായി വയസ്സ്? വയസ്സ് എഴുതിയ കടലാസ് ഒന്നും നോക്കണമെന്നില്ല. ഈ കയറ്റം ഇങ്ങനെ കാര്യം നോക്കിയാൽ തന്നെ അറിയും വയസ്സ് എത്രയായി എന്നുള്ളത്. അള്ളാഹു തആല ഖൈർ ചെയ്യുമാറാവട്ടെ. കണ്ണങ്ങൾ കയറിന കോലം കണ്ടില്ലേ? അപ്പം അതാണ് കയറ്റം കാര്യം നോക്കിയാൽ തന്നെ അറിയാം വയസ്സ് എത്രയായി എന്നുള്ളത്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. നമ്മളെ മുഹിബാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു തആല സലാമത്ത് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കയറി അവസാനം നമ്മൾ 60ാമത്തെ വയസ്സും 70ാമത്തെ വയസ്സും ഒക്കെ തൂക്കി കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ലാതെ പടച്ചോനെ ഇന്ന നരകത്തിലേക്ക് വിധിക്കപ്പെടുമോ എന്നൊരു വല്ലാത്ത ഒരവസരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മലക്കിന്റെ വരവ്. പടച്ചോനെ, ആ മലക്കിന് വന്ന് നോക്കുമ്പോൾ ഒരു സൂട്ട് കേസ്. ആ സൂട്ട് കേസ് തുറന്നിട്ട് മൂപ്പരുണ്ടല്ലോ, അത് എണ്ണാനൊന്നും നിന്നില്ല. അത് അങ്ങനെ തന്നെ ആ തുലാസിക്കാണ്ടിട്ട് ആണിട്ട് നോക്കുമ്പം യാ അല്ലാ, ഇത് മുഴുവനും എന്താണ്? ജീവിതകാലം മുഴുവനും ഒതു എടുത്തിട്ട് ദ്വാരുന്നല്ലോ. ആ ദുആ ആണ് ഇപ്പൊ ഈ സൂട്ട് കേസ് എന്നാണ് വന്ന് അതൊന്നായിട്ട് ഈ മീസാനിക്കാണ്ട് ഇട്ട് നോക്കുമ്പം അല്ലാ, നമ്മളെ മീസാൻ എത്രയാണ് ഉയർന്നത്. പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരു ഇബാദത്തിനെയും ഒരു നന്മയെയും നിസാരപ്പെടുത്തല്ലേ. എല്ലാം മുന്തിയതാണ്.
ഇബാദത്തുകൾക്ക് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ യാത്ര ചെയ്യാനുള്ള പാസ്പോർട്ടാണ് ഒതു. വിസ എന്ന് പറയുന്നത് ഇബാദത്താണ്. ഒതു എന്ന പാസ്പോർട്ടിൽ നിസ്കാരം എന്ന് വിസ അടിക്കണം. വദു എന്ന പാസ്പോർട്ടിൽ ഖുർആൻ ഓതുക എന്നുള്ള വിസ അടിക്കണം. വദു എന്ന പാസ്പോർട്ടിൽ തവാഫ് ചെയ്യാന്നുള്ള വിസ അടിക്കണം. ഓ ഉമ്മ പങ്ങന്മാർ, വദുവോടുകൂടെ മൊബൈൽ നോക്കി ഓതുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലം മുസാഹഫ് നോക്കി ഓതലാണ്. അപ്പൊ മുസാഹഫ് നോക്കി ഓതാൻ വേണ്ടി നമ്മൾ വദു എടുത്തിട്ട് ഖിബലക്ക് അഭിമുഖമായി ഇരുന്നു. ഇരിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി, അവിടെ കുട്ടി മൂത്രമൊഴിച്ചതും ഇവിടെ മറ്റതും അങ്ങനത്തെ ഒക്കെ പെട്ട് നല്ല വൃത്തിയാക്കി. അല്ലാഹു റബ്ബി അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മുസാഫ് ഒന്നിങ്ങനെ ചുംബിച്ചിട്ട് മുസാഫ് എടുത്തു. മുസാഫ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, അല്ലെങ്കിൽ ഒരു തലയണയുടെ മുകളിൽ വെച്ചു. അങ്ങനെ മുസാഫ് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് നമ്മൾ ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അപ്പുറത്തെ മൊബൈൽ ഇപ്പുറത്തെ മൊബൈൽ. ഇപ്പൊ എല്ലാവരും 2 മൊബൈലുണ്ട്. എൻ്റെ അടുത്തുകൊണ്ടൊന്ന് കൂട്ടിക്കോളിങ്ങൾ. 2 മൊബൈൽ വന്നപ്പോൾ എന്താ ഈ ഇരട്ട കുട്ടികളെ പ്രസവിച്ച മാതിരായി. ഒന്നിനെ കരച്ചിൽ നിർത്തുമാതിന് മറ്റത്, അതിൻ്റെ കരച്ചിൽ നിർത്തുമാതിന് ഇല്ലേ. പിന്നെ എപ്പോഴാണ് ഓതാന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആയത്തും പൂർത്തിയാക്കാൻ നേരം ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ മൊബൈലൊക്കെ തൽക്കാലം ഒന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് മറ്റ് വിഷയങ്ങൾ ഉമ്മമാരെ ഓർക്കണം. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നാൽ ബിസ്മിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ശ്രദ്ധയും ഖുർആനിൽ തന്നെ. ബഹുമാനപ്പെട്ട ബീവി റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോൾ അള്ളാഹിന്റെ റഹ്മത്തിൽ കൊതിച്ചുകൊണ്ട് അള്ളാഹിനോട് കരയുന്നു. അദാബിന്റെ ആയത്ത് ഇറങ്ങുമ്പോൾ ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ കരയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ഏതാണ് ആ വെള്ളം എന്നറിയോ? ഖുർആൻ ഓതി കരഞ്ഞ കണ്ണുനീരാണ്. ഫഇല്ലം തബ്കൂ ഫതബാകൂ സദഖ റസൂലുള്ളാഹി. പടച്ചോനെ, ഇത് അള്ളാന്റെ ഖുർആനാണല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ ഖുർആനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ, ഇന്ന് ഭൂമിയിൽ, നാളെ ഖബറിൽ, മറ്റന്നാ മഹ്ശറിൽ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതുന്ന പതിവുകാരാവണം. ഖുർആൻ നിങ്ങളെ തേടി മഹ്ശർ മുറ്റത്ത് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ല ഒരു പരിചയക്കാരനെ കിട്ടല് എവിടെ? ഒരു പരിചയക്കാരനെ കിട്ടിയാൽ ഒരു ഉഷാറാണോ അല്ലേ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പ് ഒരു ദിവസം ദുബായി പോകാൻ വേണ്ടി, സിംഗപ്പൂരിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ യാത്ര ചെയ്തതിന് പേജ് തീർന്നിക്കണേ. പോകാൻ വേണ്ടിക്കാണ്ട് നോക്കുമ്പം പേജില്ല. പടച്ചോൻ, എനിക്കാണെങ്കിൽ മറ്റന്നാ പോകുമ്പോൾ എന്ത് ചെയ്യും? അപ്പം പിടിച്ച് ഏതായാലും വരുമ്പോലെ വരട്ടെന്ന് വെച്ചിട്ട് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അവിടെ എന്നെ അറിയുന്ന പോലെ ആരാ. പക്ഷെ ഞാൻ അങ്ങോട്ട് അറിയുന്ന പോലെ ഇല്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നി, ഇങ്ങോട്ട് അറിയുന്ന പോലെ ഉണ്ടോ നോക്കാം. ചില സംഗതി അങ്ങനെയാണ്. ചെവി പിടിച്ച് വലിച്ചിട്ട് ആട് ജീപ്പ് കയറുന്നില്ല, അപ്പോൾ കാല് പിടിച്ച് ബാക്കിൽ വലിച്ചു ചാടിയാണ് കയറി. അപ്പം എന്ന മാതിരി ഉണ്ടാകേണ്ട ചില സംഗതി എല്ലാം ഇങ്ങനെ ഒരേമാതിരി മാത്രം കുട്ടാൻ പോരാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ കടലാസൊക്കെ പണം കൈ പിടിച്ചാണ് ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു വരും 4 റൗണ്ട്. എൻ്റെ ഉദ്ദേശം എന്താ, ഇങ്ങോട്ട് അറിയണവരാരെങ്കിലും. അപ്പം മോളിൽ നിന്ന് കണ്ണാടിക്കൂട്ടിലൊരു കുട്ടി കണ്ട്. ആ കുട്ടി പാഞ്ഞു വന്ന് അസ്സലാമു അലൈക്കും ഉസ്താദ് എന്തേ ഇവിടെ വെച്ചു. ഞാൻ ചോദിച്ചു, ഇജ്ജെന്തേ? എനിക്കിവിടെ ജോലിയാണ് ഉസ്താദ്. എന്നെ തന്നെയാണ് ഞാൻ നോക്കിയത്. അപ്പം എന്തേ ഉസ്താദ് വെച്ചു? ഇവിടെ എൻ്റെ ഈ പാസ്പോർട്ട് പേജ് തീർന്നിക്കണം, തൽക്കാലം ഇതൊക്കെ പാസ്പോർട്ട് മാറ്റി കിട്ടണം, അല്ലെങ്കിൽ പേജ് കൂട്ടി കിട്ടണം. അത് സാരമില്ല ഉസ്താദ്, നിങ്ങളെ പാസ്പോർട്ടൊക്കെ തരുന്നതാണ്. അതൊക്കെയാണ് വാങ്ങി. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ എവിടെയെങ്കിലും ഒരു 2 മണിക്കൂർ വിശ്രമിച്ചോളിയാണ്. അപ്പം അതിൻ്റെ തൊട്ടല്ലേ നമ്മളെ വാദി സലാം, എനിക്കവിടെ പ്രസിഡൻറ്റിൻ്റെ പണി ഉണ്ടല്ലോ. അപ്പം ഞാൻ ആ പണികളൊക്കെ ഇങ്ങനെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ആയപ്പം ഈ കുട്ടി വിളിച്ചു. അല്ലാഹു റബ്ബി, ഒരു 2.5 മണിക്കൂറായിട്ടുണ്ടാവും. വിളിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസറെ മുമ്പ് ചെന്ന് എനിക്ക് പോകാനുള്ള സംഗതിയും കാര്യമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ ആ പാസ്പോർട്ട് റെഡിയാക്കിയിട്ട് നമുക്കിന് കിട്ടി. ഒരു പരിചയക്കാരനെ കണ്ടതിൻ്റെ കോണാണ്, ഞാൻ അതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇന്നെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട, അത് കുറേ മുമ്പാണ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തെരുമാറാവട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദ്. ഇപ്പം ഇന്നാളെ ഇവിടുന്ന് ആ കാനഡ വളവുണ്ടല്ലോ, അവിടുന്ന് ഒരു കൂട്ടർ ഇന്നെ വേദന വിളിച്ചാൽ വേണ്ടി വന്നേന്. ഒരു മെനക്കെട്ട് ഇന്നെ തന്നെ വിളിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ ബജാർ ഇങ്ങനെ കൂട്ടണി? ഞാൻ കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് വേദന പറഞ്ഞില്ലേ? അല്ലാതെ നിങ്ങളില്ല ഞാൻ പറ്റൂല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയണത്. അപ്പം എന്തേ ചോദിച്ചു.
അത് അവിടെ കുറച്ച് ആൾക്കാർ 10-12 ആൾക്കാർ ഖുർആൻ ഖത്തം നീർച്ചയാക്കിയിട്ട് കുടുങ്ങി കുത്തിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ വന്നെങ്ങാണ്ട് 3 കുൽഹുവല്ലാഹു ഓതി അവർ ഖത്തം തീരുന്നതാണ്. അയിമലാണ് ഓലൊക്കെ കഴിച്ചിലായത്. അപ്പം ഇങ്ങനത്തെ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വരണം എന്നാണ് പറയണത്. നോക്കി നിങ്ങൾ ഓരോരോ കട്ടക്കാരും വന്നു ചേരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറ്റൂല. അള്ളാഹു എന്നെ ഖൈർ നൽകണേ അല്ലാഹ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഓർക്കണം. നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പം നമ്മളെ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒന്നിനെ മുറുകെ പിടിച്ചണം. നമ്മൾ ദിവസം അല്പം ഖുർആൻ ഓതുക. ഒരു ജുസ് ദിവസം ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീരും. അര ജുസ് ആണെങ്കിൽ 60 ദിവസം കൊണ്ട് തീരും അല്ലേ? നമുക്ക് ഏതാണ് പാകം എന്ന് നോക്കിയിട്ട് ദിവസം കുറേശ്ശെ ഖുർആൻ ഓതുക. താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ ഒരു ഹദീസുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഖത്തം തീർക്കാം. താജുൽ ഉലമ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീരും. ഈ വെള്ളിയാഴ്ച ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ചക്ക് രണ്ടാമത്തെ തീരും. മഹാന്മാര് പല പതിവും കാണും. റമദാനിൽ ഉപ്പാപ്പ 2 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീരും. അങ്ങനെ എല്ലാ റമദാനിലും ഉപ്പാപ്പ 15 ഖത്തം ഓതും. ഒരു റമദാനിക്ക് 13 ഖത്തമേ ആയുള്ളൂ. അന്ന് റമദാൻ മാസം 29 മാസപ്പിറവി ഉറപ്പിച്ചപ്പോൾ ഉപ്പാപ്പ കരയാൻ തുടങ്ങി. പഠിച്ചോനെ, ഇന്റെ ഖുർആൻ ഓതി പൂർത്തിയായിട്ടില്ലല്ലോ, റമദാനിൽ ഓതേണ്ടത് റമദാനിൽ തന്നെ ഓതണ്ടേ, യാ റബ്ബ് യാ റബ്ബ്. അങ്ങനെ എത്ര മഹാന്മാരെ കാണും നമുക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് നമുക്കെന്ത് വേണം? ഒരു പതിവ് വേണം. അതനുസരിച്ച് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ ഓതുന്നതിൻ്റെ വല്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ഒരു പതിവ് അനുസരിച്ച് അല്പാൽപ്പം ഓതിയിട്ട് ഖുർആൻ ഖത്മ് ചെയ്യുക. അങ്ങനെ ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ ഒരു ഖത്തം തീർക്കുമ്പോൾ തന്നെ 5000 മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഖുർആന് നമ്മളെ നല്ല പരിചയമാണ്. ഖുർആന് നമ്മളെ നല്ല പരിചയമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓതുന്ന ഒരു സൂറത്തുണ്ട്. അതാണേത്? സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്. അല്ലാഹു റബ്ബി ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. എത്ര പേരുകളെ കൊണ്ട് പ്രസിദ്ധമാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് ഷാഫിയ, എല്ലാ രോഗത്തിനും ഷിഫയാണ്. അൽ കാഫിയ, അത് എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കാൻ മതിയായതാണ്. അല്ലാഹു റബ്ബി സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ 7 ആയത്താണ്. ഫാത്തിഹ എത്ര ആയത്താ? 7 ആയത്താണ്. നരകത്തിന്റെ വാതിൽ എത്ര? നരകത്തിന്റെ വാതിൽ 7 എണ്ണം. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാ പറ്റൂല. കുറച്ചിങ്ങളത്തെ ശ്രദ്ധ വേണം. അതിനാ ഞാൻ പറഞ്ഞത്. മദ്രസയിൽ മുഫത്തിശ് വന്നിങ്ങാണ്ട് ചോദിച്ചല്ലോ സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന്. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ടിക്കുമ്പോ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. ഫസ്റ്റായില്ലേ? അതിന് പിന്നെ ഇപ്പൊ നിർത്തിയപ്പം പറ്റുമെന്ന് നോക്കേണ്ട കാര്യമല്ലല്ലോ. നിങ്ങളിങ്ങനെ മുങ്ങിയാ പറ്റൂല. ഒന്ന് നമ്മൾ ഉണരണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ഫാത്തിഹ 7 ആയത്താണ്. നരകത്തിന് 7 വാതിലാണ്. ഈ 7 കൊണ്ട് ആ 7നെ കാത്തോ. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അസ്സബുൽ മസാനി എന്നിടത്ത് നല്ലോലൊന്ന് നോക്കിയാൽ എത്ര വിവരങ്ങളാണ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പടച്ചോൻ ഇബ്നു അജീബ് തങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് പറഞ്ഞത് യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഫാത്തിഹ 7, നരകത്തിന്റെ വാതിൽ 7. കണ്ട നിങ്ങൾ, ഏതൊരു നിസ്കാരത്തിനും ഫാത്തിഹയാണ്. എന്താ കാരണം? നരകത്തിന്റെ വാതിൽ അടക്കപ്പെടണം. നമ്മളെ ആലിമ്യങ്ങളൊരു വിഷയത്തിനാണ് ഒരുങ്ങുമ്പോൾ പുതിയാപ്പുള വരികയാണെങ്കിലും അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ, അല്ല ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ, ഒരു യോഗം ആരംഭിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും എന്തുകൊണ്ട്? ഫാത്തിഹ. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നരകത്തിലേക്ക് കാരണമാക്കരുത്. നിങ്ങൾ ആ ഫാത്തിഹ 7 ആയത്ത് എല്ലാ നിസ്കാരത്തിലും ദിവസം നമ്മൾ ഫാത്തിഹ ഇങ്ങനെ ഓതുക. പാപ്പാന്റെ പേരൊരു ഫാത്തിഹ, ഉമ്മാന്റെ പേരൊരു ഫാത്തിഹ, ശേഖന്മാരുടെ പേര്, അങ്ങനെ ഫാത്തിഹ. നാളെ നമ്മൾ കബർന്ന് എഴുന്നേൽക്കാതെ അവിടെ കടക്കാൻ പറ്റൂല്ലോ. നീച്ച് പോകേണ്ടി വരുമല്ലോ അല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞമ്മക്കാണ് പോരാൻ പൂതി ഉണ്ടായിട്ട് പോകുന്നതല്ലല്ലോ. ആണോ? അല്ലാഹു റബ്ബി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു ഇളക്കണ്ണുണ്ടായി. ഇങ്ങനെ നീച്ചല്ലാതെ പോലല്ല. അങ്ങനെ അവിടുന്ന് പോകുന്നത്. അവിടെ വെള്ളം ഫ്രീ ആണ്, വായു ഫ്രീ ആണ്, എല്ലാ സംഗതി ഫ്രീ. അത്ര സുഖയിന് ഉമ്മാന്റെ ഗർഭാശയം അല്ലേ? ഗർഭാശയം ഒരു മിനി സ്വർഗമല്ലേ? ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
പടച്ചോനെ അവിടെ ഇങ്ങനെ. പക്ഷേ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു ഇളക്കനുണ്ടായി എന്ന മാതിരി ഭൂമിക്ക് ഒരു ഇളക്കണ് വരും. അപ്പൊ നമ്മൾ ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമിക്കാണ് പ്രസവ വേദന തുടങ്ങിയാൽ ഫഅഖ്റജത്തിൽ അർദു അസ്കാലഹ, പെട്ടെന്ന് പ്രസവിക്കൽ തുടങ്ങും. ആ പ്രസവത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഖബറിന്ന് നീച്ചു നോക്കുമ്പം വഖാലൽ ഇൻസാനു മാലഹ, അന്തം വിട്ട് അന്താളിച്ചിട്ട് എവിടെ എത്തിയത് പടച്ചോനെ. ആരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും ഒരു തണലില്ല, ആരും ഒരു തുണല്ല. ഖബറിന്ന് നീച്ചാൽ നമുക്ക് എവിടുക്കാ പോകാനുള്ളത്? എവിടുക്കാ പോകാനുള്ളത്? എവിടേക്ക് പോകാനാണെങ്കിൽ എയിലാ പോവുക? ഞാനിപ്പോ നിലമ്പൂരിൽ നിന്ന് വരികയാണ്. ആ ഇവിടുത്തെ നമ്മളെ പള്ളിക്കത്തെ ഉസ്താദ് രാവിലെ എന്നോട് പറഞ്ഞു നിൽക്കണം, ഇങ്ങനെയും വരാം അങ്ങനെയും വരാം. അപ്പൊ ഞാൻ ഇതിലാണ് പോരാന്ന് വിചാരിച്ചു. കീശ്ശേരി കൂടെ വന്നുങ്ങാണ്ട് അവിടെ ആ വളപറങ്ങിങ്ങാണ്ട് ഇങ്ങനെ പോരുകയാണ് ഇപ്പോൾ. അപ്പോൾ തന്നെ അവിടെ ബോർഡുണ്ട് കീശ്ശേരി, അവിടെ ബോർഡുണ്ട് മറ്റത്, അവിടെ ബോർഡുണ്ട് മറ്റത്, അങ്ങോട്ടത്, ഇതൊക്കെ കണ്ടും കൊണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ എത്താൻ നേരത്തെ ഈ കുട്ടീനൊന്ന് വിളിച്ചു. അതിനെ എന്താ മട്ടോ ഞാൻ എന്നോടത്ത് എത്തിക്കണേ ഇറങ്ങാണ്. അപ്പൊ അല്ലേ ഇവിടെ എത്തുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ രണ്ടാൾ കാത്തിക്കണം. മഹേശ്വറിൽ നിന്ന് ഖബറിന്ന് എണീറ്റിട്ട് ആരോടാ വജ്ജി വെച്ചാൽ? അവിടെ മുമ്പ് പോയി പരിചയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? അവിടെ വല്ല ബോർഡും ഉണ്ടോ? എന്തെഴുതി കടങ്ങളൊക്കെ നീച്ചിക്കണത്? വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. വല്ലാത്തൊരു രംഗാണുണ്ടോ. ആ ഖബറിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്ന പതിവുകാരാവണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ നിങ്ങളടുത്ത് വരും. ഷഫീഅൻ ലി അസ്ഹാബിഹി, ഓനെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താൻ മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹു റബ്ബി നമ്മൾ ഖബറിന്ന് എഴുന്നേറ്റിട്ട് ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നല്ല മുഖഭാവത്തിൽ നല്ലൊരു സന്തോഷമുള്ള പുഞ്ചിരിയിൽ ഒരാളിന് വന്നിട്ട് നമ്മളോട് അസ്സലാമു അലൈക്കും, വളരെ ശ്രദ്ധിക്കണങ്ങള്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാല് നമ്മളിങ്ങനെ ആരപ്പി വന്നാള് എന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാല് അസ്സലാമു അലൈക്കും എന്നെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിങ്ങനെ അപ്പേ ഞാൻ ആരാറിയാ? നിങ്ങളെ സുന്നത്ത് നിസ്കാരത്തിലും ഫർള് നിസ്കാരത്തിലും മയ്യത്ത് നിസ്കാരത്തിലും പെരുന്നാൾ നിസ്കാരത്തിലും മഴയത്ത് തേടിയ നിസ്കാരത്തിലും ഒക്കെ ഓതിയ ഫാത്തിഹ അല്ലേ? എല്ലാത്തിനും നിങ്ങൾ ആദ്യം ഒരു ഫാത്തിഹ ഓതുമല്ലോ. ആ ഫാത്തിഹയാണ് ഞാൻ. ഞാൻ നിങ്ങൾ ഇവിടെ കുടുങ്ങി നിൽക്കണത് കണ്ടിട്ട് നിങ്ങളെ സഹായിച്ചാൻ വേണ്ടി വന്നതാ. ബേജാറാകണ്ട, ഇൻ്റെ ഒപ്പം പോരും എന്ന് പറയും. അല്ലാഹു റബ്ബി, മഹ്ശറ മുറ്റത്ത് നമ്മൾ ഫാത്തിഹൻ്റെ ഒപ്പം ഇങ്ങനെയാണ് പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ അന്തം വിട്ട് നോക്കിക്കണുണ്ട്. മനസ്സിലാക്കി? എല്ലാ സൈസും ഉണ്ട്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണേ, മറ്റോ നിൽക്കണേ, ഒക്കെ അവിടെ നിൽക്കണുണ്ട്. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓലൊക്കെ അവിടെ നിൽക്കണുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, മുത്തലാക്ക് പറ്റൂലെന്ന് ഓലൊക്കെ അവിടെ നിൽക്കണുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരൊക്കെ നിൽക്കണുണ്ട്. ഓരൊക്കെ ഒന്നായിട്ട് തൊളിച്ചുകൊണ്ടാക്കാൻ നിൽക്കാണ്. നടന്നോളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വിചാരണത്തിൻ്റെ ആവശ്യമില്ലാത്ത മരത്തിലല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കണവരൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഖബറിൽ നിന്ന് നീച്ചിട്ട് ഫാത്തിഹ നമ്മളെ കയ്യും പിടിച്ചിങ്ങനെ കൊണ്ടുപോകാൻ. അല്ലാഹു റബ്ബി, ഫാത്തിഹ നല്ല മഹ്ശറ മുറ്റത്തെ വളണ്ടിയർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാനുള്ള വളണ്ടിയർ ഫാത്തിഹന്റെ കൂടെ ഇങ്ങനെ പോയി നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഹയാത്ത് കാലത്ത് 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതാൻ സാധിച്ചാൽ എത്ര വലിയ ഭാഗ്യവാനാണ്. അല്ലാഹ് ഖുൽ ഹുവല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചോ. ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കും മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഫാത്തിഹന്റെ ഒപ്പം ഇങ്ങനെ പോകാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ സമ്മേളനത്തേക്ക് എപി ഉസ്താദ് വരുന്ന ഇങ്ങനെ കണ്ണ് കണ്ടുവെക്കാൻ. നമ്മളെ സമ്മേളനത്തേക്ക് ഖലീൽ തങ്ങൾ പാപ്പ വരിക, അതൊന്നും ഇങ്ങനെ കണ്ണ് കണ്ടുവെക്കാൻ. ആ വളണ്ടിയർമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അല്ലാഹു റബ്ബി ഫാത്തിഹ ഒക്കെ പാടെ കൂടിയിട്ട് നമ്മളങ്ങനെ കൊണ്ടുപോകാൻ. കുറച്ചാണ്ട് എത്തിയപ്പം വേറൊരു വളണ്ടിയർ, മഹ്ശറയിൽ വേറൊരു വളണ്ടിയർ, കുറച്ചും കൂടി ഒരു യൂണിഫോം വേറൊരു കോലത്തിലാണ്. അപ്പൊ മൂപ്പർ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ഓതിനെ ഖുൽ ഹുവല്ലാഹുല്ലേ, അതാണ് ഞാൻ. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ ഒപ്പം പോരും, ഇനി ഞാൻ കൊണ്ടേക്കോളാം. ഫാത്തിഹ നമ്മളെ മെല്ലെ മൂപ്പർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഖുൽ ഹുവല്ലാഹുവിൻ്റെ ഒപ്പം ഇങ്ങനെ പോകാൻ. ഖുൽ ഹുവല്ലാഹുവിൻ്റെ ഒപ്പം ഇങ്ങനെ പോയി കുറച്ച് ഇങ്ങനെയാണ് പോയി കൊണ്ടാണ് എത്തുന്ന സമയത്തുണ്ട് ഒരു പ്രത്യേക ഒരു വളണ്ടിയർ. നമ്മൾ ആഗസ്റ്റ് 15 കാണണേ, പ്രധാനമന്ത്രിൻ്റെ അപ്പുറമൊക്കെ നിൽക്കണേ, അതിൽപ്പെട്ട ഒരാളെ മതി, ഉഷാറിൽ ഒരാൾ. അയാളിന് വന്ന് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ഏതാണെന്നറിയോ? നിങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിലും ഓതിയില്ലേ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതിയാലോ? ആ ബാങ്ക് കൊടുത്തിട്ടൊരു ആയത്തുൽ കുർസി ഓതിയാലോ? ബാങ്കിന്റെ ദുആന്റെ ഒപ്പം നിങ്ങൾ നിസ്കാരം ഇരുന്നിട്ട് അവിടെ ഒരു ആയത്തുൽ കുർസി ഓതിയാലോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതിയാലോ? ഒരു ദിവസം 11 ആയത്തുൽ കുർസി, 5 എണ്ണം ബാങ്കിന് ശേഷം, 5 എണ്ണം നിസ്കാര ശേഷം, 1 ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഓതി ആയത്തുൽ കുർസിയില്ലേ? അതാണ് ഞാൻ. പേടിക്കണ്ട, ഇങ്ങോട്ട് പോരും. ആയത്തുൽ കുർസിന്റെ കൂടെ അങ്ങനെ പോകുകയാണ് നമ്മൾ. പടച്ചോനെ, ആയത്തുൽ കുർസിന്റെ കൂടെ അങ്ങനെ എത്തുന്ന സമയത്ത് ആയത്തുൽ കുർസി നമുക്ക് കാണിച്ചു തന്നു. കണ്ടങ്ങൾ ആ ഇരിക്കണതൊക്കെ ശുഹദാക്കളാണ്. അവരൊക്കെ ശുഹദാക്കൾ. ബദരീങ്ങൾ അതിരിക്കണ്, വഹദീങ്ങൾ അതിരിക്കണ്. ഓലങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹു റബ്ബി അതിൻ്റെ അപ്പുറത്തൊരു പന്തൽ. അതാരാ നോക്കുമ്പോൾ സ്വഹാബാക്കൾപ്പെട്ട വലിയ വലിയ ആൾക്കാർ ഓല അതിരിക്കണ്. അതാരായിരിക്കണത്? അത് മുഹീദ്ദീൻ ശേഖനെ പോലത്തെ ഔലിയാക്കൾ ഇരിക്കണ്. പടച്ചോനെ, اللهم اشرنا مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഓ ഖുർആൻ ഓതിയ മുഅ്മിനീങ്ങളെ, നിസ്കാരം നിർവഹിച്ച മുഅ്മിനീങ്ങളെ, റമളാനെ ബഹുമാനിച്ച മുഅ്മിനീങ്ങളെ, അല്ലാഹ് ദിവസവും ഓതു വർദ്ധിപ്പിച്ച മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ സഹോദരിമാരെ, അല്ലാഹ് ആയത്തുൽ കുർസി നമ്മളെങ്ങനെ കൂട്ടിയിട്ട് ഓരൊക്കെ ഇരിക്കണ സ്ഥലം ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊരു അത്ഭുതങ്ങൾ അറിഞ്ഞോ? അപ്പൊരു വല്ലാത്തൊരു അത്ഭുതം. ഒരാളിന് വന്നിട്ട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഇന്നെ മനസ്സിലായോ? നിങ്ങളെ എനിക്ക് മനസ്സിലായി. ഞാനാരാന്നറിയോ? ഞാൻ ഖബറിൽ നിങ്ങളെടുത്ത് വന്നിരുന്നില്ലേ? ഞാനാണ് തബാറക്ക. അപ്പൊ തബാറക്ക യൂണിഫോം മാറ്റിക്കണേ. അല്ലാഹു റബ്ബി, മഅശറയ്ക്കുള്ള യൂണിഫോമും ഖബറിലെ യൂണിഫോമും രണ്ടാണ്. തബാറക്ക നമ്മളെ ആയത്തുൽ കുർസിന്റെ തബാറക്കണ്ട് ഏറ്റെടുത്തു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞമ്മക്ക് മനസ്സിലാക്കണ ഭാഷയിൽ ഒന്ന് തിരിയുള്ളൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, നിനക്ക് തുണയായി, നിനക്ക് തണലായി, നിനക്ക് സഹപാഠിയായി, നിനക്ക് സംരക്ഷകനായി, നിനക്ക് ശുപാർശകനായി ഖുർആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ നാവുകൊണ്ട് പറഞ്ഞത്. നമ്മളത് വിശദീകരിക്കാൻ, ഓർമ്മപ്പെടുത്താണ് സാധാരണക്കാർ. ആ തബാറക്ക നമ്മളാണ്ട് ഏറ്റെടുത്തു. തബാറക്കൻ്റെ ഒപ്പം ഇങ്ങനെ പോവുകയാണ്. നമ്മൾ എവിടേക്കാ പോണത്? യാ റബ്ബ്. തബാറക്ക കയ്യും പിടിച്ചിങ്ങനെ പോകുമ്പോണ്ട് വേറെ ഒരാൾ വല്ലാത്ത ഒരു വരവ്. അയാളെ കണ്ടപ്പോ തന്നെ പടച്ചോനെ, എന്തൊരു ജാതി ഒരു വല്ലാത്ത വരവാണ്. ഒരാളുടെ വന്നിട്ട് പെട്ടെന്ന് നമ്മളെ കയ്യാണ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാ എൻ്റെ ഒപ്പം പോരും, ഞാൻ കൊണ്ടേക്കോളങ്ങളെ. ഇന്നെ മനസ്സിലായില്ലേ? അല്ലാ, നിങ്ങൾ ഞാനാണ് യാസീൻ, ഞാനാണ് യാസീൻ. നിങ്ങൾ ഓതിയ യാസീനില്ലേ? എത്ര യാസീനാണ് നമ്മൾ ഓതിയത്? യാസീനാണ് ഞാൻ. യാസീന്റെ കൂടെ ഇങ്ങനെയാണ് പോയിട്ട് അല്ലാ ആ അമ്പിയാക്കളെ സദസ്സ്, അല്ലാ ശുഹദാക്കളെ സദസ്സ്, അല്ലാ ആ സ്വാലിഹീങ്ങളെ സദസ്സിൽ യാസീൻ നമ്മളെ കൊണ്ടുപോയി ഇരുത്തുന്ന ഒരു രംഗം നീ തൗഫീഖ് നൽകണേ അല്ലാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇഖ്റഉൽ ഖുർആൻ, ഇന്നഹു ലഖുർആനുൻ കരീം. ആദരണീയ ഖുർആൻ ഉണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ കലാമാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബ് തആല നൽകിയതാണ്. ഒരാൾ ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. ഉമ്മ, മോളെ, ഓ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആൻ ഓതാൻ മറക്കല്ലേ. ഉപ്പ, മോനെ, എൻ്റെ കൊച്ചനുജന്മാരെ, ഖുർആൻ ഓതാൻ വിട്ടുപോകല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ അല്പാൽപമായി ഓതി ഖത്തം തീർക്കുക. ഖുർആനിൽ പ്രത്യേകതയുള്ള ചില സൂറത്തുകളും ആയത്തുകളും എല്ലാം പ്രത്യേകം തന്നെയാണ്. എന്നാലും ചിലതിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാവും, അല്ലേ? നമ്മൾ പറയാലോ, കണ്ണ് പോയെങ്കിലേ കണ്ണിന്റെ അതെന്താ മൂക്കനെ പറ്റി പറയാത്ത? മൂക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാ. ഓരോന്നിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് ചില സൂറത്തുകൾക്ക് ചില സൂറത്തുകളെക്കാൾ അതനുസരിച്ചുകൊണ്ട് ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ വാഖിഅ, സൂറത്തു തബാറക, സൂറത്തു യാസീൻ, ആയത്തുൽ കുർസി, അല്ലാഹു റബ്ബി. അള്ളാഹുവിന്റെ പേര് പ്രത്യക്ഷവും പരോക്ഷവും ലാഹിറും ദമീറുമായി 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതാണ്. ഏത്? ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ, ഉണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം. ഇപ്പൊ തന്നെ അള്ളാഹിന് 5 പേരായി. ഇനി അവസാനത്തേക്ക് നോക്കാണ്. വഹുവ അൽ അലിയു അൽ അദീം. അള്ളാഹ് എന്നുള്ള പേരുകൊണ്ട് തുടങ്ങിയിട്ട് അൽ അദീം എന്ന പേരുകൊണ്ട് അവസാനിക്കുന്ന ആയത്തുൽ കുർസി ദിവസം ഒരു 11എങ്കിലും ഓതണേ മുഅ്മിനുകളെ. യാസീൻ സൂറത്ത് 83 ആയത്താണ്. അത് 3000 ഹറഫാണ്. ദിവസം ഒരു യാസീൻ, ദിവസം പകലൊരു യാസീൻ, രാത്രി ഒരു യാസീൻ. എത്ര ഓതാൻ പറ്റും?
തെരഞ്ഞെടുക്കപ്പെട്ട ഖുർആൻ സൂറത്തുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട ഖുർആൻ ആയത്തുകൾ, അതേപോലെ തന്നെ ഖുർആൻ ഇടക്ക് ഖത്തം തീർത്ത് അങ്ങനെ ഖുർആൻ ഓതുന്ന പതിവുകാരാവുക. അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാമ് നമ്മളിങ്ങനെ ഒതുവോടുകൂടെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു പ്രത്യേകത. അതെന്താ? നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താനൊക്കെ അവിടുന്ന് പോയില്ലേ? അത് നമ്മൾ ചില മരിച്ചോടത്ത് കൂടിയാക്കാണ് ചെയ്ത്താൻ പോണത്. ഞാൻ നേരിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുക്കണം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കേണ്ടി. നമ്മൾ ചില മരണപ്പെട്ട പെരിയിൽ, ചില പ്രത്യേക ദുആന്റെ പെരിയിലൊക്കെ ഇങ്ങനെ കൂടിയാൽ അൽ ഫാത്തിഹ എന്നാണ് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ചെയ്ത്താൻ നീച്ചു പോണത് കാണും. ഞാൻ പലപ്പോഴും കണ്ടിക്കണം. നിങ്ങൾ കണ്ടിക്കണം? അതാ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ പോയ സീറ്റിക്കൊക്കെ മുഅ്മിനീങ്ങൾ കയറിയിരിക്കുന്നത് കാണാം. അതാ പറഞ്ഞത്. മലക്കുകൾ ഇങ്ങോട്ട് വരും, ചെയ്ത്താനോട് പോകും. എപ്പോ ഓതുമ്പോഴും അഊദു ബില്ലാഹ്. എന്നിട്ട് നമ്മൾ എന്താ ഈ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇദാ വഖഅത്തിയും യാസീനും ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എണ്ണമുണ്ട്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ജീവിതത്തിൽ പതിവായി ഓതിയ സൂറത്തുകളും ആയത്തുകളും അങ്ങനെ നമ്മളിങ്ങനെയാണ് പോവുകയാണ്. നമ്മളിങ്ങനെയാണ് ചെന്നിട്ട് മഹ്ശറ വിചാരണ മുറ്റത്താണ് എത്തി നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഖുർആൻ. വൽ ഖുർആനു ഇമാമി. അവിടെ ഖുർആൻ കാണുന്നുണ്ട്. ആരാണ് മുന്നിൽ? ഖുർആന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് സൂറത്തുൽ ബഖറ. ആരാണ് മുന്നിൽ? അൽ ബഖറ സൂറത്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹു റബ്ബി ആലി ഇമ്രാൻ സൂറത്ത് നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു സംഗതിക്ക് വേണ്ടി പോയി നോക്കുമ്പോൾ സമ്മേളന സ്റ്റേജിൽ നോക്കുമ്പോൾ തന്നെ AP ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ ഇരിക്കുന്നുണ്ട്. സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദിന്. എന്താണ് ആ കാഴ്ച? ഇങ്ങനെ മഹ്ശറിലേക്ക് നമ്മളാണ് ചെല്ലുമ്പോൾ അൽ ബഖറ സൂറത്ത്, ആലി ഇമ്രാൻ സൂറത്ത്, അതൊക്കെ നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഭാഗ്യം തരണേ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഓ മുഅ്മിനുകളെ, റമളാനും ഖുർആനും നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് മുസാഫുകളൊക്കെ എടുത്തുകൊണ്ട് ഓതുന്ന നാം ഇപ്പോൾ തന്നെ ഒന്ന് അങ്ങനെ വർദ്ധിപ്പിച്ച് ലൈലത്തുൽ ഖദർ ആകുമ്പോഴേക്ക് ഈ കൊല്ലം നമുക്ക് എത്ര ഖത്മ തീർക്കാൻ പറ്റും ഒരു ടാർജറ്റ് ഇട്ടുകൊണ്ട് ഓതുക. ആ ടാർജറ്റ് പ്രകാരം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ധാരാളം ഖുർആനിൻ്റെ പ്രകാശിക്കുന്ന മുഖവുമായി, ഖുർആനിൻ്റെ പ്രകാശിക്കുന്ന വെളിച്ചത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ നീ ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉമ്മമാരും സഹോദരന്മാരും എല്ലാം ഈ സഭയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഓർക്കണം, വിശുദ്ധ റജബിന്റെയും വിശുദ്ധ റമദാനിന്റെയും ഇടക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് ഏറെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ് ശഅബാൻ. അവിടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ശഅബാൻ ഇത്ര പ്രത്യേകത കൊടുത്തത് എന്തേ നബിയെ? അത് റജബ് എല്ലാവരും ശ്രദ്ധിക്കും, റമദാനും അതിൻ്റെ ഇടയിൽ പെട്ടുപോകും ശഅബാൻ. ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില സംഗതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അയിമലൊന്നാണ് മുറുകെ പിടിച്ച് അതൊന്നാണ് ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റുള്ളതിനില്ലാത്ത ഒരു വലിയ പ്രതിഫലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ഒന്ന് ഓർക്കണം. നമുക്ക് പല വായനയും പല ചോലും പല വിഷയങ്ങളൊക്കെ ആയിട്ട് ഖുർആനുമായിട്ടുള്ള നമ്മുടെ മനസ്സൊന്ന് അകന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഖുർആൻ ഓത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ദിക്റുകൾ ചൊല്ലുന്നത്, അങ്ങനെ ദിക്റുകളും ഖുർആനുകളുമായി നമ്മുടെ ജീവിതത്തെ നാം സമ്പൽ സമൃദ്ധമാക്കിയാലല്ലാതെ നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. ഉമ്മയുടെ ഗർഭാശയത്തിലെ വെളിച്ചം ഖുർആനാണ്, ഖബറാകുന്ന ഇരുട്ടറയിലെ പ്രകാശം ഖുർആനാണ്, മഹ്ശർ വൻ സഭയിൽ അല്ലാഹ് കത്തിജ്വലിക്കുന്ന സൂര്യനുണ്ട്, അപ്പുറത്ത് ആളിക്കത്തുന്ന നരകമുണ്ട്. അങ്ങനെയെല്ലാം ആണെങ്കിലും നരകത്തിൻ്റെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان ولا حجاب يحجبه. അല്ലാഹു തആല നേരിട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് മറയില്ലാതെ ചോദ്യം ചെയ്യുന്ന സമയമാണ്. ബേജാറിന്റെ കൊടി കുത്തിയിട്ട് ഫയൻദുറു അയ്മന മിന്നു ഫലാ യറാ ഇല്ലാ ഖദ്ദം, വലഭാഗത്ത് സൽക്കർമ്മങ്ങൾ മാത്രമേ കാണൂ. ഫയൻദുറു അശ്അമ മിന്നു ഇല്ലാ മാ ഖദ്ദം, ഇടഭാഗത്ത് അവന്റെ തിന്മകൾ മുഴുവനുമുണ്ട്. ഫയൻദുറു ബൈന യദൈഹി ഫയൻദുറു തിൽകാ വജി,
അവൻ നേരെ മുൻഭാഗത്ത് നോക്കുമ്പോൾ ഫലായറ ഇല്ലന്നാറത്തിൽ കാവജി, ആളിക്കെന്ന നരകമാണ് കാണുന്നത്. അല്ലാ അവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറാ, ഒരു കാരക്ക കീറുകൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണേ. എന്തൊരു വാഗ്ദത്തമാണ്, എന്തൊരു മോട്ടിവേഷനാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാ ഒരു കാരക്കയുടെ കീറ്, അല്ലാ ഒരു ബിസ്മില്ലാഹി, അല്ലാ ഒരു സുബ്ഹാനല്ലാഹി, അല്ലാ ഒരു നോമ്പ് തുറപ്പിക്കൽ, അല്ലാ ഒരു നല്ല വാക്ക്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഒരു വാക്ക്, നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഒരു സദക്ക, നല്ല ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ഉപകാരം, നല്ല ഹൃദയത്തിൽ അല്ലാ